24 ബിഗ് ബ്രേക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് തീരുമാനത്തിൽ തിരുത്തലിന് കോൺഗ്രസിൽ നിന്ന് സമ്മർദ്ദം. നയത്തിനകത്ത് നിന്ന് മാത്രമേ തീരുമാനം പാടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമ്മർദ്ദം. വീര്യം കുറഞ്ഞ മദ്യം വിറ്റഴിക്കാനുള്ള തീരുമാനം LDF നയമെന്നാണ് വിമർശനം. അതിന്റെ ചുവട് പിടിച്ച് മദ്യത്തിന് നികുതി ഘടന പ്രഖ്യാപിച്ചത് തിരുത്തണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, മുതിർന്ന നേതാക്കളിൽ ഒരാളായ VM സുധീരൻ, ഇപ്പോൾ എക്സൈസ് മന്ത്രിയായിരിക്കുന്ന M ലിജു, ഇപ്പോൾ AICCയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഇവരൊക്കെ തന്നെ നിലവിലെ മദ്യനയത്തിൽ അല്ലെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടനയിൽ ഇളവ് നൽകിയ തീരുമാനത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്ത നയവും തീരുമാനവും എന്ന നിലയ്ക്ക് ഈ വിമർശനം മാറുകയാണ്. ഈ നയം തിരുത്താനുള്ള സമ്മർദ്ദം പാർട്ടിയിൽ നിന്ന് ശക്തമാകുന്നു എന്നല്ലേ ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഇതിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി VD സതീശന് കഴിയുമോ? നിയമസഭയിൽ ബജറ്റ് ചർച്ച ആരംഭിക്കുകയാണ്. ഇപ്പോൾ ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ സംസാരിക്കുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട ബജറ്റ് തീരുമാനത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ നിയമസഭയിൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാവുന്ന ഒരു ആരോപണമായി ഇത് മാറുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭരണപക്ഷത്തെ MLA-മാരും മന്ത്രിമാരും ഇക്കാര്യത്തിൽ ഒരു സമീപനം എടുത്തിരിക്കുന്നത്. ആ സമീപനം എങ്ങനെയാണ്? UDF സർക്കാരിൻ്റെ മദ്യനയം ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിപണനം ചെയ്യാമെന്നുള്ള ഒരു നിലപാടോ നയമോ UDF ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല UDF പുറത്തിറക്കിയ മാനിഫെസ്റ്റോയ്ക്ക് വിരുദ്ധവുമാണത്. അപ്പോൾ പ്രകടനപത്രയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് LDF-ന്റെ മദ്യനയത്തിന് ചുവടുപിടിച്ചാണ്. അപ്പോൾ LDF-ന്റെ മദ്യനയത്തിന് ചുവടുപിടിച്ച് നികുതി ഘടന നിശ്ചയിക്കാനുള്ള ബാധ്യത UDF സർക്കാരിനില്ല. അതുകൊണ്ട് ഈ തീരുമാനം തിരുത്തണമെന്ന ശക്തമായ സമ്മർദ്ദമാണ് മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒപ്പം ഭരണപക്ഷത്തെ MLA-മാരും കോൺഗ്രസ് MLA-മാരിൽ ഒരു വിഭാഗവും എടുത്തിരിക്കുന്ന സമീപനം. അതുകൊണ്ട് പാർട്ടിയുടെയും മുന്നണിയുടെയും നയത്തിനകത്ത് നിന്നുള്ള തീരുമാനങ്ങളാകണം, അത് പാർട്ടിക്കകത്ത് നിന്ന് ചർച്ച വേണം എന്നുള്ള അഭിപ്രായവും വളരെ ശക്തമാണ്. ബജറ്റ് ചർച്ചയിൽ ഒരുപക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം തീരുമാനങ്ങളിലുള്ള ആശങ്ക കോൺഗ്രസ് MLA-മാർ രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന MLA-മാർ അത്തരമൊരു സ്റ്റാൻഡിലേക്ക് പോകും. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നൽകിയ പ്രതികരണത്തിൽ ആശങ്കകൾ ദൂരീകരിക്കണം, പാർട്ടിക്കകത്തും മറ്റും ചർച്ച വേണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് കോൺഗ്രസ് MLA-മാരിൽ ഒരു വിഭാഗം KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഇക്കാര്യത്തിൽ വിരുദ്ധമായ ഒരു സമീപനം എടുത്തിരിക്കുന്നത്. അതായത് ബജറ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായ ഒരു സമീപനം എടുത്തിരിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വളരെ ശക്തമായ സമ്മർദ്ദം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. മദ്യനയത്തിൽ നയം തിരുത്തേണ്ടി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.